ഫാസിലേ ആ എടാ ടൗണിലെ മറ്റേ ആ ജ്വല്ലറില്ലേ കലവറ ഏത് ഈ കനകക്കലവറ ആ ആ ആ എന്താ അതിൻ്റെ സ്ഥിതി? അത് അടിപൊളിയല്ലേ. അവിടെ എന്തോ പുതിയ പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ എന്നാ അതന്നെയാണ്, സ്വർണ്ണക്കുറി തുടങ്ങിയിട്ടുണ്ട്. ആ അപ്പം അതിൽ ചേരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക തങ്കോഞ്ഞ മതി. ആ അത് നല്ല പരിപാടിയാണ് കേട്ടാ. അതിപ്പോൾ കുറേ നാളായല്ലോ തുടങ്ങിയിട്ട്. അത് നമ്മൾ പൈസ ഒന്നിച്ചൊന്നും കൊടുക്കണ്ട. നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വരും ഡെയിലി കളക്ഷന്. നമ്മുടെ കയ്യിലുള്ളതുപോലെ എന്തെങ്കിലും കൊടുത്തു വെച്ചാൽ മതി. അതിപ്പോൾ അരപ്പവൻ്റെ കാശുള്ളൂവെങ്കിൽ അരപ്പവൻ മേടിക്കാം, ഒരു പവൻ്റെ കാശുള്ളൂവെങ്കിൽ ഒരു പവൻ കിട്ടും നമുക്ക്. ഓ ഇത്ര ദാരിദ്ര്യമായിട്ടുള്ള ആളാണോ ഈ സ്വർണ്ണ കച്ചവടം എന്ന് പറയുന്നത്? കാരണം അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല, ഇപ്പൊ സാധാരണക്കാരൻ്റെ അടുത്ത് ഒന്നിച്ചു പോയി സ്വർണം മേടിക്കാനുള്ള ഫണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഉള്ള ചെറിയ ചെറിയ പൈസ കൂട്ടിക്കിട്ട് അവർക്ക് കൊടുത്താൽ നമുക്ക് സ്വർണം കിട്ടും. നീ ചേരണ്ട. എന്നിട്ട് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പെണ്ണുങ്ങൾ ഭയങ്കര പിടിവാശിയിലാണ്. അത് ചേരണോണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കയ്യിലുള്ള പോലെ കൊടുത്തിട്ടാൽ മതിയല്ല. കയ്യിലുള്ള പോലെ ചെറിയ ചെറിയ സംഖ്യകൾ കൊടുത്തിട്ടാ പോരെ. അളിയാ പോണ്ടേ? ആ പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഞാനും ഒന്ന് ലീവാ. നീ എന്നും ലീവല്ലേ? നീ എന്നും ലീവല്ലേ? ചേട്ടേ, ഓരോരുത്തരുടെ തൊഴിലിന് അവരവർ അതിൻ്റെതായ മഹത്വം കാണുന്നുണ്ട്. എനിക്ക് എൻ്റെ ജോലിയുടെ ഒരു ഇതുണ്ട്, അത് ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പോസ്റ്റിൽ കയറണം, അത് നിനക്കറിയാലോ, അതൊക്കെ നീ ചെയ്യണുണ്ടെന്ന്. പിന്നെ അതിൽ കൂടുതൽ കളിയാക്കാൻ പുച്ഛിക്കൊന്നും വേണ്ട. പിന്നെ അല്ല ഇരിപ്പുണ്ടോ? ഞായറാഴ്ച ഉണ്ടല്ലേ, ഇവരോടെയല്ലേ ഞാൻ നിർത്തി. അതല്ല, വല്ലതും ഉണ്ടാ കയ്യിൽ? പൈസ വല്ലതും ഉണ്ടായി? ഒരു ചെറിയ തിരുമറി വൈകുന്നേരത്തേക്ക് എടുക്കാം. ഒന്നുമില്ല, വലിയതൊന്നുമില്ല, ചെറിയ സഹായം. 2000 20 200 രൂപ. 200 രൂപ ഉണ്ടാ എടുക്കാൻ കയ്യിൽ? എടേ നിനക്ക് നാണുണ്ടോ? ഈ 200 ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് നേരം വിളിച്ചപ്പോൾ തന്നെ ഇരക്കാൻ നിൽക്കണം. എടേ, ഞാനിത് ചോദിച്ചത് എനിക്ക് കടമായിട്ടാണ്. ചെറിയൊരു മറിപ്പ്, കുറച്ച് പൈസ എനിക്ക് വരാനുണ്ട്, അത് വരുമ്പോൾ ഞാൻ തിരിച്ചങ്ങ് തരാം. നിനക്ക് പൈസ ഇങ്ങനെ വരാനുണ്ട്? എവിടുന്ന് വരാനുണ്ട് നിനക്ക് പൈസ? ഇപ്പോൾ വരാനുള്ള സ്ഥലമൊന്നും എനിക്ക് പറയാൻ. ഇത് പൈസയാണ്. പൈസ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവാക്കാനും ഉപയോഗിക്കാനും ഉള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും സൂക്ഷിച്ച് വെച്ചാൽ പൈസ എങ്ങനെയായിരുന്നു പെരുകൂലേ? ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാ ചോദിച്ചത്, കടമായിട്ടല്ലേ ചോദിച്ചു. 200 രൂപ അല്ലേ? 200 രൂപ നിന്റെ 200 രൂപ ഇല്ലെന്ന് നിന്റെ കയ്യിലില്ലല്ലോ. അതേപോലെ തന്നെ എൻ്റെ കയ്യിലില്ല. നമ്മളെ ഇപ്പോൾ ഇച്ചിരി ടൈറ്റ്, തങ്കത്തിൻ്റെ കയ്യിലും ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. അവൾക്കും ഇപ്പോൾ ഇച്ചിരി പൈസകൾ കിട്ടാനുണ്ട്, കുറേ പണി ചെയ്തതിൻ്റെയൊക്കെ. അവൾക്ക് നല്ല ജോലി ഉണ്ടല്ലോ. ജോലി ഉണ്ടെന്നേ, ചെയ്യണതിൻ്റെ പൈസയൊന്നും വാങ്ങില്ല. ആൾക്കാർ വന്ന് കരഞ്ഞ് പറയുമ്പോൾ അവൾ പറയാം പിന്നെ തരാം, ഞങ്ങൾ നാളെ തരാം, ഇത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാം. ഇവളൊന്ന് നമ്മളെ ബുദ്ധിമുട്ടൊന്നും അവൾ ആലോചിക്കുന്നില്ല. അവൾക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വരെ ഒരു സാധ്യതയില്ലല്ലോ. എന്തേ? അവളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും എന്നോട് പൈസ ചോദിക്കാറുള്ളതാണ്. ഇല്ലേ, അവളുടെ പൈസ സ്ഥിരം വെക്കുന്നിടത്തൊക്കെ ഞാൻ നോക്കി, അവിടെ ഒന്നും ഒരു പൈസയും ഇല്ല. അല്ലാന്ന് 5-6 മാസമായിട്ട് എന്നോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, അവൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അവിടെ ഇവിടെ ഒന്നും ഇല്ല, പൈസ ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കി, അവൾ വെക്കണ സ്ഥലങ്ങളിലൊക്കെ നോക്കി, ഇവിടെ പൈസ ഇല്ല. അതല്ല, ഇന്നലെ പറഞ്ഞവള്, എടാ നിനക്ക് പൈസക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, വേണോ കൊണ്ടോക്കോ, ആവശ്യമാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു? തങ്കം പറഞ്ഞു. ഓടുന്നു നീ ചുമ്മാ എന്നെ കളി അടേ പോ. പിന്നെ സത്യം നീ അത് എനിക്കിട്ടൊന്ന് തള്ളിയത്. എന്നാ പിന്നെ അവള് ചിലപ്പോ എന്നെ കളിയാക്കിയതായിരിക്കും. ചിലപ്പോ അതായിരിക്കും. അവളെ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ പൈസ വെച്ചിട്ട് എൻ്റെ അടുത്ത് ഇല്ലാന്നൊന്നും പറയല്ല. മാത്രമല്ല അവളുടെ പറഞ്ഞ പൈസയുടെ കണക്കും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഇത് അത്രയും ഇഷ്ടം തന്നെയാണ് പൈസ കാര്യത്തിലൊക്കെ. വലിയ കാര്യം നിന്റെ അപ്പം ഇല്ല 200 എടുക്കാൻ. വേണ്ട, ഉണ്ടാ 100 എടുക്കാൻ പോയി നോക്ക്.